ഇന്ന് പൗരോഹിത്യം നമ്മുടെ സമൂഹത്തിൽ ഏറെ വിലമതിക്കപ്പെടുന്ന ടോളിയാണ്. യെസ്, ഇന്ന് പൗരോഹിത്യം നമ്മുടെ സമൂഹത്തിൽ ഏറെ വിലമതിക്കപ്പെടുന്ന ദൈവത്തിന്റെ മഹത്തായ ദാനമാണ്. എന്നാൽ പൗരോഹിത്യം സ്വീകരിച്ച വൈദികരുടെ കമ്മിറ്റ്മെന്റ് എത്രമാത്രം ഈ സമൂഹത്തിന് സംലഭ്യമാണ്, അതിനോടുള്ള പ്രതിബദ്ധത എത്രമാത്രം ആഴത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ സന്ദർഭത്തിൽ ഞാനൊരു മാനവകാരുണ്യ യാത്രയുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്ര ചെയ്തപ്പോൾ, തിരുവനന്തപുരത്തിന്റെ യാത്ര അവസാനിക്കുമ്പോൾ എന്റെ ബാച്ചിൽ പഠിച്ച, എന്നോടൊപ്പം പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ ജയരാജിന്റെ അവസ്ഥ എന്നെ വളരെയധികം മനസ്സിനെ സ്പർശിച്ചു. കിഡ്നി രോഗിയായി സ്വന്തം വീട്ടിൽ ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ജയരാജ് ആര് വന്നാലും മുഖം കൊടുക്കാതെ ചുമരോട് തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ വളരെയധികം പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഇത്രമാത്രം കടന്നുപോയൊരു അച്ഛന്റെ അവസ്ഥ എന്നെ വേദനിപ്പിച്ചു. അത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത്, എന്തുകൊണ്ടാണ് അച്ഛന്മാരുടെ ജീവിതത്തിൽ അവസാന കാലഘട്ടം വരുമ്പോൾ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? ജീവിതത്തിൽ വൈദികരെല്ലാം പലപ്പോഴും അവർ പൗരോഹിത്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നും സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, എല്ലാം കൊടുക്കാൻ തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ജീവിതത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരുമ്പോ ആര് എന്റെ ആരോഗ്യം നോക്കും, എനിക്ക് രോഗം വന്നാൽ ആര് സംരക്ഷിക്കും, അത് രൂപതയിലെ സംവിധാനങ്ങളില്ലേ എന്നൊക്കെ ആശ്വസിച്ചാലും മാരകമായൊരു രോഗം വന്നു, അതിന് ഇത്രമാത്രം പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ ആരെന്നെ സഹായിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് പലപ്പോഴും വൈദികര് എന്തെങ്കിലും ഒക്കെ സമ്പാദിച്ചു വെക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. മറ്റൊരു കാര്യം, മാരകമായ അതിതീവ്രമായ രോഗാവസ്ഥയിൽ മാത്രമേ ഒരു അച്ഛൻ രൂപതയിലേക്ക് വിളിച്ച് എനിക്ക് വയ്യ എന്ന് പറയുകയുള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. തുടക്കത്തിലെ പല രോഗങ്ങളും പല വേദനകളും അതിന്റെ രോഗലക്ഷണങ്ങളാണ്. അവിടെയൊന്നും പലപ്പോഴും അച്ഛന്മാര് അതിന് വലിയ വില കൊടുക്കില്ല, അവഗണിക്കും. ആ അവഗണനയാണ് മാരകമായ രോഗബാധിതരായി കാലക്രമേണ പൗരോഹിത്യത്തില് ജീവിതം വഴിമുട്ടുന്നത്. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുള്ളത്, ഓരോ രൂപതകളിലും വൈദികരുടെ ആരോഗ്യസ്ഥിതിയെ അതിന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്ന ഒരു പ്രീസ്റ്റ് ഹെൽത്ത് കെയർ സംവിധാനം ഉണ്ടാക്കണം. അത് പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ തന്നെ ഓരോ അച്ഛന്മാരുടെയും ബാക്ക് ഹിസ്റ്ററി, ചെറുപ്പം മുതൽ അച്ഛനുണ്ടായിട്ടുള്ള രോഗവിവരങ്ങള്, അച്ഛന്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഒരു ഇന്റർവ്യൂ പോലെ എടുത്ത് ഒരു ഡാറ്റ കീപ്പപ്പ് ചെയ്യുക. അപ്പൊ അച്ഛന്റെ ആരോഗ്യസ്ഥിതി, ആത്മീയ സ്ഥിതിയെ പോലെ തന്നെ ആരോഗ്യസ്ഥിതിയും വളരെ വിലപ്പെട്ടതാണല്ലോ. ആരോഗ്യം ഉണ്ടായിട്ട് വേണ്ടേ നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് അതിനെ ഉപകരിക്കുന്ന ഒരു ഹെൽത്ത് കെയർ, പ്രീസ്റ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ രൂപതയിലും ഉണ്ടാകുക. അതിനൊരു ഡയറക്ടറും ഒരു അസിസ്റ്റന്റും ഒരു സംവിധാനവും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, ഡാറ്റ കീപ്പിംഗ് സിസ്റ്റം, 2 വാഹനങ്ങൾ ഒക്കെ ആയിട്ടൊരു സിസ്റ്റം. എന്തിനാണത്? ആ രൂപതയിലുള്ള എല്ലാ വൈദികരുടെയും എപ്പോഴെല്ലാം അവർക്ക് ഷുഗർ ടെസ്റ്റ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഓരോരുത്തരും രോഗവിവരങ്ങൾ ഓരോ കമ്പ്യൂട്ടർ ഡാറ്റ ക്ലിയർ ആണ്. ഒരു അച്ഛന്റെ പേരടിച്ചാൽ അച്ഛന്റെ കംപ്ലീറ്റ് ഹെൽത്ത് ഹിസ്റ്ററി നമുക്ക് കിട്ടണം. അപ്പൊ ഇപ്പോൾ അച്ഛനെ ഡോക്ടർ കാണേണ്ട സമയമാണ്. അച്ഛൻ മറന്നുപോകും. പക്ഷെ നമ്മൾ വിളിച്ച് തലേ ദിവസം അറിയിക്കണം, അച്ഛോ ഇന്നാണ് അച്ഛനോ ആശുപത്രി പോകേണ്ട ദിവസം, അല്ലെങ്കിൽ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അച്ഛൻ റെഡി ആയിട്ടിരിക്കുക, ഞങ്ങൾ വാഹനമായിട്ട് വരും. വാഹനമായിട്ട് വന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അച്ഛനോട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ കാണിക്കുന്നു, അച്ഛൻ അവിടെ ഇരുന്നാൽ മതി. മരുന്ന് വാങ്ങിച്ച് അച്ഛന്റെ കയ്യിൽ കൊടുത്ത് അച്ഛനെ നേരിട്ട് അച്ഛനെ ഇടവകയിൽ കൊണ്ടെത്തിക്കുകയാണ്. എന്തിനാണിത്? ഇത് വരുമ്പോ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം ഏത് കൊച്ചു വേദന, ഒരു പുറത്ത് വേദന വന്നു, നിസ്സാര കാര്യങ്ങൾ പോലും പറയാനൊരാളുണ്ട്. ആ വേദനകള് ഈ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചറിയിച്ചാൽ അവർ കാര്യമായിട്ട് എടുക്കും. അച്ഛൻ എന്താ, എനിക്ക് ഇന്ന് ഇത്തിരി പ്രയാസം, കുർബാന ചെല്ലാം. മാക്സിമം നമ്മൾ പിടിച്ചിട്ടാണ് പിന്നെ കുർബാന എല്ലാം പോണത്. ചിലപ്പോൾ കുർബാനയിൽ കെട്ടിമറിഞ്ഞ് നമ്മൾ വീഴുകയാണ്. കാരണം നമ്മൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടിപ്പിക്കണേ. അങ്ങനെ തോന്നരുത്. എന്തെങ്കിലും ഒരു കൊച്ചു ബുദ്ധിമുട്ട് തോന്നി ഉടനെ രാത്രിയാണോ പകലാണോ 24 hours റിങ് ചെയ്യാവുന്നൊരു സിസ്റ്റം. രാത്രിയിൽ ഒരു അച്ഛന് പ്രയാസം ആരും വിളിക്കുക, അടുത്തുള്ള വീട്ടുകാരെ വിളിക്കണേ. അപ്പൊ അവർക്ക് എന്തോരം താല്പര്യം ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ
രാത്രിയും പകലും അച്ഛന് എന്ത് ആവശ്യം വന്നാലും, ആരോഗ്യകരമായ എന്ത് പ്രശ്നം വന്നാലും, അങ്ങനെ വരുമ്പോൾ വൈദികരിൽ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇന്ന് ഉള്ളതിന്റെ ഒരു 100 മടങ്ങ് വർദ്ധിക്കും. അപ്പൊ അച്ഛനെ സംബന്ധിച്ചുള്ള രൂപതയോടും ഇടവകജനത്തോടും തന്റെ പൗരത്വത്തോടും ദൈവത്തോടുള്ള ജീവിതത്തിന്റെ ആ കടപ്പാടുകളും പ്രതിബദ്ധതയും 100 ഇരട്ടിയായി വർദ്ധിക്കും. അതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാ രൂപതകളിലും ഉണ്ടായാൽ, എന്റെ ഒരു മനസ്സിലെ ഒരു വിഷനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നാൽ അച്ഛന്മാർ ആരും തന്നെ ഒന്നും സമ്പാദിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്റെ ആരോഗ്യം ദൈവം കാക്കുന്നു. ദൈവം ആരാണ്? ഈ സമൂഹത്തില് ഞാൻ പൗരത്വം സ്വീകരിക്കുമ്പോൾ ഈ രൂപതയിലേക്കാണ് ഞാൻ എല്ലാം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കണം. ഇനി ഇതിന് സാമ്പത്തിക ഭാരം വരില്ല. കാരണം ഇടവക ജനങ്ങള് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിർലോഭമായിട്ട് സഹകരിക്കാൻ. വാഹനം വേണോ? അച്ഛന്മാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 2 വാഹനം തരാം. എന്താ വേണ്ടത്? ഇതിന് കുറച്ച് ക്യാപിറ്റൽ വേണം. ഓക്കെ, എല്ലാ ഇടവകളിലും പിതാവ് ഒരു ഇടയലേഖനം കൊടുക്കുന്നു. ഇങ്ങനൊരു സംവിധാനം തുടങ്ങുകയാണ്. അച്ഛന്മാരുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. അത് നിങ്ങളുടെയും കൂടി ഒരു സഹകരണത്തോടെ ആവുമ്പോൾ അതിന് കൂടുതൽ മൂല്യമുണ്ട്, മനോഹാരിതയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളികളും സഹകരിക്കും. ഒരു വലിയൊരു ക്യാപിറ്റൽ തന്നെ മാറ്റിവെക്കാം. ഒരു അച്ഛന്മാരും പിന്നെ പണം തന്റെ വാർദ്ധക്യത്തിലേക്ക് വേണ്ടി സ്വരുക്കൂട്ടില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛന്മാരെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും. എല്ലാ അച്ഛന്മാരും ഇതിപ്പോ നമ്മളൊക്കെ മരിച്ചു പോകുന്ന അച്ഛന്മാര് മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആ പൈസയൊക്കെ ഈ ഫണ്ടിലേക്ക് ഇടും. നമ്മളെ കാത്തു സൂക്ഷിച്ചത്, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിച്ചത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ പണവും ബാക്കി തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഈ ഡിപ്പാർട്ട്മെന്റിലിടും. അപ്പൊ ഒരു വർഷം കഴിയുമ്പോൾ ഇത് സുഗമമായിട്ട് നടന്നു പോകും. മാത്രമല്ല അച്ഛന്മാർക്ക് വളരെയധികം കമ്മിറ്റ്മെന്റ് രൂപതയോടും തന്റെ സഹപ്രവർത്തകരോടും ഇടവകജനത്തോടും ഒക്കെ ഉണ്ടാകും. ഒരു ഫ്രീഡം ഫീൽ ചെയ്യും നമുക്ക്. ഇതല്ലെങ്കിൽ ഒരു കൊച്ചു വേദന വരുമ്പോഴേക്കും ആലോചിക്കുക ആരും ഇല്ലല്ലോ എന്ന് അത് തോന്നിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പ്രീസ്റ്റ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് നമുക്ക് എല്ലാ രൂപതകളിലും നടപ്പിലാക്കാൻ പറ്റിയാൽ അത് പൗരോഹിത്യത്തോട് കാണിക്കുന്ന വലിയ ഒരു സ്നേഹവായ്പാണ്. പൗരോഹിത്യത്തിൽ നിന്ന് സമൂഹത്തിന് കിട്ടേണ്ടതായ എല്ലാ ആത്മീയവും ശാരീരികവുമായ സർവ്വ നന്മകളും കിട്ടാനുള്ള വലിയൊരു വാതിലാണ്.